Hello everyone, welcome back to Xylem, welcome back to the phase 2 of SSLC preparation. Yes, you heard me right. എന്തൊക്കെയാണ് സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ സ്കൂളിൽ പരീക്ഷയുടെ ഡേറ്റ് ഒക്കെ തീരുമാനിച്ചിട്ടുണ്ട്. ഓഗസ്റ്റ് 2-ാം തീയതിയാണ് ജോർജ് കുട്ടി ധ്യാനത്തിന് പോയത്. ഓഗസ്റ്റ് 20-ാം തീയതി നമുക്ക് ഒരു ധ്യാനം വിടാനുണ്ട്. SSLC 2025 ഫസ്റ്റ് ടേം എക്സാമിനേഷൻ തുടങ്ങുന്നത് അന്നാണ്. എന്തൊക്കെയാണ് നിങ്ങളുടെ പ്രിപ്പറേഷൻ, എവിടെ വരെ എത്തി, നിങ്ങൾ ഏതൊക്കെ ചാപ്റ്റേഴ്സ് പഠിച്ചു തീർന്നു, മുഴുവൻ സിലബസും കവർ ചെയ്തോ, അല്ലെങ്കിൽ മുഴുവൻ സിലബസിനെ കുറിച്ച് നിങ്ങൾക്ക് വല്ല ധാരണയുണ്ടോ, എന്തൊക്കെയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ കമന്റ്സ് ഒക്കെ കമന്റ് ബോക്സിൽ വന്ന് നിറയട്ടെ. എനിക്കും നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചധികം കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. നോക്കൂ, ഞാൻ ആദ്യത്തെ സ്ലൈഡിൽ തന്നെ പറഞ്ഞത് വെൽക്കം ടു ദ ഫേസ് 2 ഓഫ് SSLC പ്രിപ്പറേഷൻ ആണ്. സർ, ഫേസ് 2 എന്ന് പറയുന്ന സമയത്ത് ഫേസ് 1 എവിടെ സർ? സർ, നിങ്ങൾ ഫേസ് 1 പറഞ്ഞിട്ടില്ല സർ. ഫേസ് 1 കഴിഞ്ഞു സർ. ഫേസ് 1 കഴിഞ്ഞു സർ. എപ്പോഴാണ് സർ ഫേസ് 1 കഴിഞ്ഞത്? നോക്കൂ, നമ്മൾ ഏപ്രിൽ മാസത്തിൽ തുടങ്ങിയതാണ് SSLC 2025 വേണ്ടിയുള്ള പണിയെടുക്കൽ, സ്വപ്നം കാണൽ, പഠിക്കലൊക്കെ ഏപ്രിൽ മാസത്തിൽ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ ഏപ്രിൽ കോൺഫിഡൻസ് ഒഫീഷ്യൽ എന്ത് ചെയ്തിട്ടുണ്ട്? എക്സ്പയർ ആയിട്ടുണ്ട്. ആൻഡ് നമ്മുടെ ക്ലാസ്സുകൾ തുടങ്ങിയിട്ട്, ഈവൻ അസ്തയിൽ ഉൾപ്പെടെയുള്ള ക്ലാസ്സുകൾ തുടങ്ങിയിട്ട് 3 മാസം കഴിഞ്ഞു. സ്കൂൾ ക്ലാസ് തുടങ്ങിയിട്ട് അത്രയായിട്ടൊന്നും ഇല്ലെങ്കിലും 3 മാസത്തോളമായി ഒരു ആവറേജിന് മുകളിൽ ഈ പരീക്ഷയ്ക്ക് വേണ്ടി സീരിയസ് ആയിട്ട് തയ്യാറെടുക്കുന്ന ഒരു കുട്ടി പഠിച്ചു തുടങ്ങിയിട്ട് 3 മാസം കഴിഞ്ഞു സർ. യെസ്. നോക്കൂ, നമുക്കൊന്ന് ഏപ്രിലേക്ക് തിരിച്ചു പോയാലോ. ഏപ്രിൽ മാസത്തിൽ നിങ്ങൾ ഈ കലാപരിപാടിക്ക് വേണ്ടി മാനസികമായി തയ്യാറെടുത്ത് തുടങ്ങിയ, ഞാൻ ഗംഭീരമായി പഠിക്കും എന്ന് നിങ്ങൾ നിങ്ങളോട് തന്നെ വാക്കുകൊടുത്ത ആ ദിവസത്തിലേക്ക്, ആ മാസത്തിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. പ്ലീസ് നോക്കൂ, അന്ന് ഇതൊക്കെയായിരുന്നു നിങ്ങളുടെ ചിന്തകൾ. കളവ് പറയരുത്. സത്യമാണെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ വന്ന് പറയാൻ വേണം. നോക്കൂ സർ, പല പ്രതിജ്ഞകളുണ്ട്. ഒന്ന്, 9ാം ക്ലാസ് പോലെ ആവില്ല ഇത്തവണ, ഞാൻ ഇത്തവണ അങ്ങ് തകർക്കാൻ പോവാണ്. 10ാം ക്ലാസ്സിൽ തന്നെ പിടിച്ചാൽ കിട്ടൂല. നോക്കൂ, ഞാൻ ഫുൾ A+ അടിക്കും. പിന്നെ ഇത്തവണ ഞാൻ സീരിയസ് ആയിട്ട് പഠിക്കും. 9ാം ക്ലാസ്സിലെ തമാശ കളിയൊന്നുമില്ല. 10ാം ക്ലാസ് മുതൽ ഞാൻ സീരിയസ് ആയിട്ട് പഠിക്കും. ഇനി എന്നെ പിടിച്ചാൽ കിട്ടില്ല. ഒറ്റ മൈൻഡ്, പഠിത്തം. ദെൻ ഓരോ ദിവസവും എടുത്തത് ആ ദിവസം തന്നെ ഞാൻ പഠിക്കും എന്ന് നിങ്ങൾ നിങ്ങളോട് തന്നെ പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. ഇൻസ്റ്റഗ്രാമും സ്നാപ്ചാറ്റും ഒക്കെ എന്ത് ചെയ്യാൻ പോകണം? ഈ വർഷം ഒഴിവാക്കാൻ പോകണം, അല്ലെങ്കിൽ കുറയ്ക്കാൻ വേണ്ടി പോകണം. പഠിത്തത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകണം. പുതിയ സിലബസ് ആണ്, അതുകൊണ്ട് നേരത്തെ പഠിച്ചാലേ കിട്ടൂ എന്നൊക്കെ നമുക്ക് ആളുകൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അന്ന് നമുക്കത് ബോധ്യമായിട്ടുണ്ട്. ആണോ അല്ലയോ? ആണ് സർ. ഇതായിരുന്നു നമ്മുടെ അവസ്ഥ ഏപ്രിൽ മാസത്തിൽ. ഇനി ഞാനൊരു 3 മാസം ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യാൻ പോവാണ്. സോ ഏപ്രിൽ ഞാൻ 3 മാസം ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. ശ്രദ്ധിച്ചിരുന്നോളെ. ഇപ്പം എന്താ അവസ്ഥ? ഇതല്ലേ അവസ്ഥ? സത്യം പറ, ഏതൊക്കെയോ ചാപ്റ്റേഴ്സ് കഴിഞ്ഞു. ഇനി നോക്കിയിട്ട് വല്ല കാര്യമുണ്ടോ സാറേ? അടുത്ത മാസം മുതൽ സെറ്റാക്കാം. ഓഗസ്റ്റ് ആവട്ടെ. ഓഗസ്റ്റ് 20 എക്സാം. ഓഗസ്റ്റ് മുതൽ അടിപൊളിയായിട്ട് പഠിക്കാം. ഞാൻ നന്നാവെന്ന് തോന്നുന്നില്ല, ശ്രമിച്ചിട്ട് പറ്റുന്നില്ല. എല്ലാവരും പഠിക്കുക എന്ന് പറഞ്ഞ് ശല്യപ്പെടുത്തുന്നു സാർ. ഓണപ്പരീക്ഷയൊക്കെ ആവട്ടെ അല്ലേ? ഡേറ്റ് വന്നിട്ടില്ലേ ഉള്ളൂ, ഓണമൊക്കെ അടുത്തിട്ടില്ലല്ലോ. അതൊക്കെ ആവട്ടെ സാർ. ട്യൂഷനും സ്കൂളും മസ്ത്ര ബാച്ചിലെ ക്ലാസ്സും ഒക്കെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്നില്ല സാറേ. എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോഴത്തേക്ക് ക്ഷണിക്കും, പിന്നെ പഠിക്കാനൊന്നും പറ്റുന്നില്ല. ഇപ്പം നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും, സാർ ജോത്സ്യനാണോ? അല്ല സാർ. എല്ലാ വർഷവും എല്ലാ കാലത്തും കുട്ടികൾ കടന്നു പോകുന്ന പ്രശ്നങ്ങളാണിത്. നിങ്ങളാണ് ഇതിൽ ആദ്യത്തെ ഇര എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. മൂവിങ് ഓൺ സാർ. വെൽക്കം ടു ഫേസ് 2 ഓഫ് SSLC പ്രിപ്പറേഷൻ. കാരണം നിങ്ങളുടെ മൂഡ് സ്വിങ്ങുകളൊന്നും പരീക്ഷ കാത്തു നിൽക്കില്ല. അല്ലെങ്കിൽ ആ പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മൂഡും നിങ്ങളുടെ സാഹചര്യവും ഒന്നും അതിന് കാത്തു നിൽക്കാൻ പറ്റൂല. അതുകൊണ്ട് നമ്മൾ ഗംഭീരമായി ഫേസ് 2ലേക്ക് കടക്കേണ്ടിയിരിക്കുന്നു. സോ ഫേസ് 2ലേക്ക് കടക്കുമ്പോൾ മക്കളെ, നിങ്ങൾ ആദ്യം ഓർമ്മിച്ച് വെക്കേണ്ടത്, യു ഡോണ്ട് നീഡ് മോട്ടിവേഷൻ, യു നീഡ് റുട്ടീൻ. നിങ്ങൾക്ക് വേണ്ടത് റുട്ടീനാണ്, അല്ലെങ്കിൽ ഹാബിറ്റ്സ് ബിൽഡ് ചെയ്യാനാണ്. മോട്ടിവേഷൻ പ്രശ്നമുണ്ട്, അത് വളരെ ഷോർട്ട് ലിവിങ് ആണ്. ഞാൻ നിങ്ങൾക്ക് 5 മിനിറ്റ് മോട്ടിവേഷൻ തരുന്നു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു? നിങ്ങൾ ഈ വീഡിയോ ഒക്കെ കേട്ട് നിങ്ങൾ നേരെ എന്ത് ചെയ്യുന്നു? അമ്മയുടെ അടുത്തേക്ക് പോകുന്നു. അമ്മേ, ഞാൻ ഇന്ന് മുതൽ പഠിക്കാൻ പോകണം, ഇനി നിങ്ങൾക്ക് എന്നെ പിടിച്ചാൽ കിട്ടൂല, അതുകൊണ്ട് ഫുൾ ടൈം ഞാൻ പഠിത്തമായിരിക്കും, എന്നെ ശല്യം ചെയ്ത് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ടേബിളൊക്കെ വലിച്ചിട്ട് നോട്ട്ബുക്കും ടെക്സ്റ്റ് ബുക്കൊക്കെ തുറന്നു വെച്ചിട്ട് അങ്ങ് ഇരിക്കുകയാണ്. ആ സമയത്താണ് അമ്മ അടുക്കളയിൽ നിന്ന് ചോദിക്കുന്നത്, മോനെ മുട്ട ഓംലേറ്റ് വേണോ ബുൾസേ വേണോ? അമ്മ ബുൾസേ മതി എന്ന് പറഞ്ഞ് നിങ്ങൾ അങ്ങ് പോകും.
ഇഫ് എ സിംഗിൾ മുട്ട ക്യാൻ ഡിസ്ട്രോയ് യുവർ മോട്ടിവേഷൻ, നിങ്ങളുടെ മോട്ടിവേഷൻ എന്തോ പ്രശ്നമുണ്ടെന്നാണ്. സോ അതുകൊണ്ട് മോട്ടിവേഷനിൽ നിങ്ങൾ ഒരുപാട് റിലേറ്റ് ചെയ്യല്ലേ, വല്ലപ്പോഴും ഒക്കെ നല്ലതാണ്. പക്ഷേ ഹാബിറ്റ്സ് ഉണ്ടെങ്കിൽ അത് ബ്രേക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. നോക്കൂ, ലെറ്റ്സ് ട്രൈ അഗൈൻ. നമുക്ക് ഒന്നുകൂടെ ശ്രമിച്ചു നോക്കാം. ബട്ട് ദിസ് ടൈം നമ്മൾ ഹാർഡറായിട്ട് അല്ലെങ്കിൽ ഹാർഡ് വർക്ക് മാത്രമല്ല, നമുക്ക് കുറച്ച് സ്മാർട്ട് വർക്ക് കൂടെ ചെയ്ത് നോക്കാം. സോ നാച്ചു സാറിൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന്, ഞാൻ കുട്ടികളെ പഠിപ്പിച്ച അവരിൽ നിന്ന് കേട്ട കഥകളിൽ നിന്ന് ഞാൻ വിചാരിക്കുന്ന പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഇത് ചില ആൾക്കാർക്ക് വർക്ക് ചെയ്തേക്കാം, ചില ആളുകൾക്ക് ചില പോയിന്റ്സ് വർക്ക് ചെയ്തിട്ടുണ്ടാവില്ല. സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ പറയാം. സോ ഇതാണ് നമ്മുടെ ഫേസ് 2ന്റെ ഗെയിം പ്ലാൻ എന്ന് പറയുന്നത്. ആദ്യം മനസ്സിൽ വെക്കേണ്ട കാര്യം, ഈ വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്യുന്നത് ജൂലൈ മാസം 21-ാം തീയതിയാണ്. ഇന്നേക്ക് 30 ദിവസമാണ് നമ്മുടെ ഓണപരീക്ഷയ്ക്ക് ബാക്കിയുള്ളത്. ഓക്കെ, റൈറ്റ്. പോയിന്റ് നമ്പർ 1 ഓരോന്നോരോന്നായിട്ട് കേൾക്കുക. പോയിന്റ് നമ്പർ 1, പ്രിപ്പയർ എ ചെക്ക് ലിസ്റ്റ്. എന്താ ചെക്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമുക്കിപ്പോഴും ഈ വീഡിയോ കാണുന്ന പല ആളുകൾക്കും അറിയില്ല ഓരോ സബ്ജക്റ്റിലും എത്ര ചാപ്റ്റേഴ്സ് എക്സാമിന് വരും, ഏതൊക്കെ ചാപ്റ്റേഴ്സ് എക്സാമിന് വരും. ചില ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ആയിട്ട് വരില്ല, ചില ചാപ്റ്റേഴ്സിലെ പകുതി, ഇന്ന പെർട്ടിക്കുലർ ടോപ്പിക്ക് വരെ വരുള്ളൂ. സോ ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കുക. നിങ്ങളൊരു യുദ്ധത്തിന് ഇറങ്ങുമ്പോൾ, നിങ്ങളൊരു പരിപാടിക്ക് ഇറങ്ങുമ്പോൾ എന്താണ് അതിൻ്റെ മൊത്തം ഒരു പിക്ചർ എന്നുള്ളത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട്, നിങ്ങൾ മരത്തെ മാത്രം കാണരുത്, നിങ്ങൾ ആ കാട് കൂടെ കാണണം. സോ ആ വലിയ പിക്ചർ ഉണ്ടാക്കിയെടുക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സോ സിമ്പിൾ ആണ് കാര്യം. ഓരോ സബ്ജക്റ്റിലും ഒരു A4 ഷീറ്റ് എടുക്കുക, അല്ലെങ്കിൽ ഒരു 100 പേജ് നോട്ട്ബുക്ക് എടുക്കുക. എന്നിട്ട് ഓരോ സബ്ജക്റ്റിലും മാത്തമാറ്റിക്സ് എത്ര ചാപ്റ്റേഴ്സ് ആണ് ഓണപരീക്ഷയ്ക്ക് ചോദിക്കുക, ഏതിനാണ് വെയിറ്റേജ് കൂടുതൽ, സോഷ്യൽ സയൻസ് ഏതൊക്കെ ചാപ്റ്റർ, ഹിസ്റ്ററി ഏതൊക്കെ ചാപ്റ്റർ, ജോഗ്രഫി, ഇംഗ്ലീഷ് ഏതൊക്കെ ചാപ്റ്റേഴ്സ്. ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് 6 ചാപ്റ്റേഴ്സ് ഉള്ളത്, അതിൽ 6ാമത്തെ ചാപ്റ്ററിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട. സോ ഈ രീതിയിൽ കൃത്യമായൊരു ചെക്ക് ലിസ്റ്റ്, ഒരു പ്ലാൻ ഉണ്ടാക്കിയെടുക്കുക. അപ്പം മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ എവിടെയാണ് ഞാൻ ഫോക്കസ് ചെയ്യേണ്ടത്, ഏത് ചാപ്റ്റേഴ്സൊക്കെ എനിക്ക് അറിയില്ല, ഏത് ചാപ്റ്റേഴ്സൊക്കെ ഞാൻ വീക്കാണ്, എവിടെയൊക്കെ ഞാൻ സ്ട്രോങ് ആണ്. അതിനനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ഷെഡ്യൂളിൽ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, കസ്റ്റമൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ തരുന്ന പ്ലാനിൽ നിങ്ങൾ വർക്ക് ചെയ്യും. രണ്ടാമത്തെ കാര്യം, കളക്ട് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. നോക്കൂ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്ക് അവൈലബിൾ അല്ല, കാരണം ഈ സിലബസിൽ ആദ്യമായി എക്സാം എഴുതാൻ പോകുന്നത് നമ്മളാണ്. സോ നമ്മളാണ് ആദ്യത്തെ ആൾക്കാർ, നമ്മളാണ് പയനിയേഴ്സ്. സോ നമുക്ക് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ അവൈലബിൾ ആണ്. സമഗ്രയുടെ ഉൾപ്പെടെയുള്ള ഒഫീഷ്യൽ വെബ്സൈറ്റുകളിലും നിങ്ങളുടെ സ്കൂളുകളിലും നിങ്ങളുടെ ഫ്രണ്ട്സ് പഠിക്കുന്ന സ്കൂളുകളിലും ഒക്കെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും മിഡ് ടേം എക്സാമുകളും ഒക്കെ നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ എന്ത് ചെയ്യാം, അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ സ്കൂളിൽ നടന്ന ക്വസ്റ്റ്യൻ പേപ്പർ അവർ തരും. ഇതൊക്കെ അവൈലബിൾ ആണെന്നേ, നിങ്ങൾ ശ്രമിക്കാത്ത, നിങ്ങൾ ഇനീഷ്യേറ്റീവ് എടുക്കാത്ത പ്രശ്നം മാത്രമേ ഉള്ളൂ. അങ്ങനെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ മാക്സിമം കളക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശ ധാരണ കിട്ടും, ഇങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ വരിക. പ്ലസ് ഞാൻ വീണ്ടും പറയുന്നു, സമഗ്രയുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും ക്വസ്റ്റ്യൻ ബാങ്കും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതിന് നിങ്ങളുടെ സ്കൂളിൽ ഇന്റർനെറ്റ് ബ്രോഡ്ബാൻഡ് സൗകര്യം വേണമെന്നില്ല. നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ കയറാനും ഫേസ്ബുക്കിൽ കയറാനും ഉപയോഗിക്കുന്ന അതേ ഡാറ്റ കൊണ്ട് നിങ്ങൾക്ക് സമഗ്രയും ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ദിസ് ഇസ് എൻ ഇമ്പോർട്ടൻറ്റ് തിങ്. അടുത്ത കാര്യം എന്ന് പറയുന്നത്, സെറ്റ് ഡെയിലി ഗോൾസ് എന്നാണ്. ഏപ്രിൽ മാസത്തിലായിരുന്നു ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നതെങ്കിൽ ഞാൻ നിങ്ങളോട് വീക്ക്ലി ഗോൾ സെറ്റ് ചെയ്യാൻ വേണ്ടി പറയും. പക്ഷേ ഇനി നമുക്ക് എണ്ണിച്ചുട്ടപ്പം പോലെ 30 ദിവസങ്ങളേ ഉള്ളൂ. അതുകൊണ്ട് ഓരോ ദിവസവും നിങ്ങൾ ഗോൾ സെറ്റ് ചെയ്യുക. കാരണം എന്താ, നിങ്ങൾക്ക് ചിലപ്പോൾ നാളെ സ്കൂൾ ഉണ്ടാവില്ല എന്നറിയുന്നത് നിങ്ങൾക്ക് തലേദിവസം അറിയാൻ പറ്റും. അല്ലെങ്കിൽ നാളെ സ്ട്രൈക്കാണ്, നാളെ റെഡ് അലർട്ട് കാരണം എന്തില്ല, സ്കൂളില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് എക്സ്ട്രാ സമയം കിട്ടും. എന്നാൽ നാളെ നിങ്ങൾക്ക് സ്കൂളുണ്ട്, വൈകുന്നേരം വരെ ക്ലാസ് ഉണ്ട്, രാവിലെ സ്പെഷ്യൽ ഉണ്ട്, വൈകിട്ട് എക്സാം ഉണ്ട്. അപ്പം നിങ്ങൾക്ക് പിറ്റേ ദിവസം കിട്ടുന്ന സമയം വളരെ കുറവായിരിക്കും. എന്നാൽ ചില ദിവസങ്ങളിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു 10 മണിക്കൂറൊക്കെ പഠിക്കാനുള്ള സൗകര്യം ഉണ്ടാവും. ഇത് നിങ്ങൾക്ക് തലേദിവസം അറിയാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ ദിവസവും വൈകുന്നേരം പിറ്റേ ദിവസത്തെ ഡെയിലി ടാസ്ക് നിങ്ങൾ എന്ത് ചെയ്യുക, സെറ്റ് ചെയ്യുക. സെറ്റ് ചെയ്താൽ മാത്രം പോരാ, അത് എക്സിക്യൂട്ട് ചെയ്യാനുള്ള ധൈര്യം കൂടെ കാണിക്കണം. അപ്പോഴേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, സക്സസ് കണ്ടെത്താൻ വേണ്ടി പറ്റുള്ളൂ. അടുത്തത്, അറ്റൻഡ് ഓൾ ടെസ്റ്റ്. നിങ്ങളുടെ സ്കൂളിൽ, നിങ്ങളുടെ ട്യൂഷൻ സെൻറ്ററിൽ, നമ്മുടെ അസ്ത്ര ബാച്ചിൽ ഒക്കെ പരീക്ഷകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിരന്തരമായി കുഞ്ഞു കുഞ്ഞു പരീക്ഷകളൊക്കെ ആയിരിക്കും. നിങ്ങൾ ആ പരീക്ഷ ഒന്നുപോലും വിടാതെ അറ്റംപ്റ്റ് ചെയ്യണം. അന്ന് പനിയാണ് എന്ന് പറഞ്ഞ്, അന്ന് തലവേദനയാണെന്ന് പറഞ്ഞ്, അന്ന് പേടിച്ച് മാറിയിരിക്കാതെ, അതൊക്കെ എനിക്ക് വരാൻ പോകുന്ന വലിയ പരീക്ഷകളെ നേരിടാനുള്ള ഒരു ടൂളായിട്ട് മാത്രം കാണാം. അതിനെ പേടിക്കാൻ നിൽക്കരുത്. എല്ലാ പരീക്ഷകളും എഴുതുക. പറ്റുമെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടാവുമല്ലോ വേറെ സ്കൂളിൽ പഠിക്കുന്ന, അവരുടെയൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ വാങ്ങിയിട്ട് ഒന്ന് സോൾവ് ചെയ്ത് നോക്കുക. കാരണം പരീക്ഷ എഴുതുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് ടൈം ലിമിറ്റിൽ ഇത് എഴുതി തീർക്കാനുള്ള പ്രാക്ടീസ് കിട്ടുള്ളൂ. എക്സാം എഴുതുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് ഇങ്ങനെയാണ് പരീക്ഷാ ഹാളിൽ നിങ്ങൾ പെർഫോം ചെയ്യുക എന്ന് ഐഡന്റിഫൈ ചെയ്യാനും അവിടുത്തെ പ്രശ്നങ്ങൾ റെക്ടിഫൈ ചെയ്യാനും പറ്റുള്ളൂ. അല്ലാതെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വീട്ടിൽ നിന്ന് ചെയ്തോളാം, ഞാൻ വായിച്ചു നോക്കിക്കോളാം, ഇറ്റ് വോണ്ട് വർക്ക് ദാറ്റ് വേ. ഓക്കെ, അടുത്ത പോയിന്റ്, ഡൗട്ട് ക്ലിയറിംഗ്, നോ ഷെയിം എന്നാണ്. അതായത്
ഇപ്പം നിങ്ങളുടെ സ്കൂളുകളിലെയും ട്യൂഷൻ സെൻ്ററിലെയും ഒക്കെ ടീച്ചേഴ്സ് കമ്പാരിറ്റീവ്ലി ഫ്രീ ആയിരിക്കും. അവരുടെ പിന്നാലെ വാല് പോലെ സംശയം ചോദിച്ച് കുട്ടികൾ ഉണ്ടാവില്ല. വളരെ കുറച്ച് കുട്ടികളെ ഉണ്ടാവുള്ളൂ. എന്നാൽ ഒരു പോയിന്റ് കഴിയുമ്പോൾ ഓഗസ്റ്റ് ഒരു സെക്കൻഡ് വീക്കൊക്കെ ആകുമ്പോൾ എല്ലാ കുട്ടികൾക്കും ഡൗട്ട് ഉണ്ടാവും. എല്ലാ ഡൗട്ടും തീർക്കുക പരീക്ഷയുടെ തലേന്ന്, പരീക്ഷയുടെ 2 ദിവസം മുമ്പാണ്. എന്നാൽ എന്തുകൊണ്ട്, വൈ നോട്ട് ഇപ്പോൾ നിങ്ങൾക്കത് ചോദിച്ചുകൂടാ? സോ നിങ്ങൾക്കുള്ള ഡൗട്ട്സ് നിങ്ങൾ വായിക്കുമ്പോഴേ നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടാവുള്ളൂ. മാത്സിൽ, ഫിസിക്സിൽ, ഇംഗ്ലീഷിൽ, സോഷ്യലിൽ, കെമിസ്ട്രിയിൽ എല്ലാം നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ കൺസേൺ ടീച്ചേഴ്സിനെ കണ്ടിട്ട് ചോദിക്കുക. നിങ്ങൾ ചിലപ്പോൾ ചോദിക്കുക, അയ്യോ ഞാനൊരു ഡൗട്ട് ചോദിച്ചാൽ ആ ടീച്ചർ എന്നെ പറ്റി എന്താ വിചാരിക്കുക? പിന്നെ നിങ്ങളുടെ പേപ്പർ നോക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. അത് നിങ്ങളുടെ പേപ്പറിൽ നിങ്ങൾ മണ്ടത്തരം എഴുതി വെക്കുന്നതിനേക്കാൾ ബുദ്ധിമുട്ടല്ല നിങ്ങളൊരു ഡൗട്ട് ടീച്ചറിനോട് പോയിട്ട് ചോദിക്കുന്നതിൽ. നിങ്ങൾ ചിലപ്പോൾ ചോദിക്കും, ആ ടീച്ചർ അത് ഇന്നലെ എന്നെ പഠിപ്പിച്ചിട്ടുള്ളൂ, അപ്പം ഞാൻ ഇന്ന് ഡൗട്ട് ചോദിക്കുമ്പോൾ ടീച്ചർ എന്താ വിചാരിക്കുക? ടീച്ചർ എന്തോ വിചാരിച്ചോട്ടെ. നിങ്ങളുടെ ഗെയിമിൽ നിങ്ങളാണ് മെയിൻ പ്ലെയർ. നിങ്ങളുടെ ഗെയിമിൽ നിങ്ങളാണ് പ്രൊട്ടഗോണിസ്റ്റ്. നിങ്ങളുടെ ഗെയിമിൽ നിങ്ങളെ പുഷ് ചെയ്യാനും നിങ്ങളെ വിജയിപ്പിക്കാനും നിങ്ങളാണ് ഇനീഷ്യേറ്റീവ് എടുക്കേണ്ടത്. അതുകൊണ്ട് ഡൗട്ട് ചോദിക്കാൻ അത് ടീച്ചേഴ്സ് തന്നെ ആവണമെന്നില്ല. നിങ്ങളെ സഹായിക്കാൻ പറ്റുന്ന ആളുകൾ നിങ്ങളുടെ ക്ലാസ്സിൽ തന്നെ ഉണ്ടാവും. ഒരു സബ്ജക്റ്റിൽ മിടുക്കിയായിട്ടുള്ള കുട്ടികളെ നിങ്ങൾക്കറിയാം, അവരോട് പോയി ചോദിക്കുക. ഒരു നാണക്കേട് വിചാരിക്കരുത്. ഗ്രൂപ്പ് സ്റ്റഡി, നോട്ട് ഗോസിപ്പ് ടേബിൾസ്. ഞാൻ നിങ്ങളോട് ഇപ്പോൾ ചോദിക്കാൻ വേണം, അത് ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ എന്നോട് ക്ഷമിക്കണം. ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് അല്ലേ? ഈ അടുത്ത് ഒരു ഇൻസ്റ്റഗ്രാം സെലിബ്രിറ്റി പ്രസവിച്ച സമയത്ത് അത് നിങ്ങൾ ചർച്ച ചെയ്യേണ്ട സെലിബ്രിറ്റിയുടെ കുട്ടിയുടെ പേര് പോലും നിങ്ങൾക്ക് നന്നായിട്ട്, നോ ഒഫൻസ്, അടിപൊളിയാണ്. പക്ഷേ നിലവിൽ നിങ്ങളുടെ സാഹചര്യത്തിൽ നിങ്ങൾ അങ്ങോട്ടൊന്നും പോകാൻ പാടില്ല. അത് നിങ്ങൾക്ക് ആക്സസിബിൾ ആയിട്ടുള്ള ഡാറ്റ ആണെങ്കിലും നിങ്ങൾക്കത് അൺനെസസറി ആയിട്ടുള്ള ഡാറ്റയാണ് എന്നുള്ള ബോധ്യം നിങ്ങൾക്ക് ഉണ്ടാവണം. നിങ്ങൾ കയറേണ്ട വെബ്സൈറ്റുകൾ എന്ന് പറയുന്നത് സ്നാപ്ചാറ്റും ഇൻസ്റ്റഗ്രാമും അല്ല. നിങ്ങൾ കയറേണ്ടത് സമഗ്രയുടെ വെബ്സൈറ്റാണ്. നിങ്ങൾ കയറേണ്ടത് ക്വസ്റ്റ്യൻ പേപ്പർ ഇവിടെ കിട്ടും എന്നുള്ള ബ്ലോഗുകളൊക്കെ ഉണ്ടാവും, അവിടെയൊക്കെയാണ് നിങ്ങൾ കയറേണ്ടത്. ആൻഡ് നിങ്ങളുടെ ഗ്രൂപ്പിലുള്ള ആളുകളുടെ ചർച്ചയും അത് തന്നെ ആവണം. നാളെ രാവിലെ നിങ്ങൾ 9 മണിക്ക് അല്ലെങ്കിൽ അരമണിക്കൂർ സ്കൂളിൽ നേരത്തെ എത്തുമ്പോൾ നിങ്ങളുടെ തൊട്ടപ്പുറത്തിരിക്കുന്ന ആളോട് ഇന്നലെ കുടുംബ വിളക്കിലെ അമ്മയും മരുമോളും തമ്മിലുള്ള പ്രശ്നം എന്തായി എന്നുള്ളതാവരുത് നിങ്ങളുടെ കൺസേൺ. നിങ്ങളുടെ കൺസേൺ, സാർ ഫിസിക്സിലെ ഇന്നലെ സാറ് തന്ന 2ാമത്തെ ചോദ്യം ഉണ്ടല്ലോ, അതിൽ വാല്യൂ കൊടുത്തപ്പോൾ എന്നോട് തെറ്റിപ്പോയി, എന്താ അപ്പം ചെയ്യുക, അല്ലെങ്കിൽ അതെങ്ങനെയാണ് സോൾവ് ചെയ്യുക? എടാ മാത്തമാറ്റിക്സിലെ 3ാമത്തെ ചാപ്റ്ററിൽ ആ ചോദ്യം ഉണ്ടല്ലോ, അതെങ്ങനെയാടാ സോൾവ് ചെയ്യുക? എടാ ഈ ക്യാരക്ടർ സ്കെച്ച് പഠിക്കാൻ എന്തെങ്കിലും എളുപ്പ വഴിയുണ്ടോടാ? ഈ ചോദ്യങ്ങളായിരിക്കണം ഇനി ഉണ്ടാവേണ്ടത്. എത്ര പറഞ്ഞാലും നിങ്ങൾക്ക് ഇത് തലയിൽ കയറില്ല എന്ന് എനിക്കറിയാം. പക്ഷെ ശ്രമിച്ചു നോക്കൂ. അങ്ങനെയുള്ള ടീമുകളെ, അങ്ങനെയുള്ള ഗ്രൂപ്പുകളെ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കും. നിങ്ങളുടെ ആവറേജ് ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഗ്രൂപ്പിൻ്റെ ആവറേജ് ആണ്. നിങ്ങളുടെ ഗ്രൂപ്പിൽ എല്ലാവരും ഈ പറയുന്ന അനാവശ്യ കാര്യങ്ങൾ ഇടപെടുന്ന ചർച്ച ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളത് ചർച്ച ചെയ്യും. അബ്സല്യൂട്ട്ലി ഒരു പ്രശ്നവുമില്ല, നിങ്ങൾക്ക് ആ വഴിക്ക് പോവാം. പക്ഷെ അതല്ലല്ലോ, അതിന് വേണ്ടിയിട്ടല്ലല്ലോ നിങ്ങളിവിടെ വന്ന് നിൽക്കുന്നത്. ആൻഡ് ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഞാനത് വീണ്ടും പറയാനുള്ള കാരണം, ഞാൻ ഓഫ്ലൈനിൽ കൂടെ ക്ലാസ് എടുക്കുന്ന ഒരു ടീച്ചറാണ്. ഓഫ്ലൈനിൽ നിരന്തരമായി കുട്ടികളെ കാണുകയും അവരുടെ ആൻസർ ഷീറ്റ് ചെക്ക് ചെയ്യുകയും ചെയ്യുന്ന ഒരു ടീച്ചർ എന്ന രീതിയിൽ എനിക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. പല കുട്ടികളും പ്രത്യേകിച്ച് ലാംഗ്വേജ് സബ്ജക്റ്റുകളിൽ എഴുതി പഠിക്കുക, റൈറ്റിംഗ് പ്രാക്ടീസ് എന്ന് പറഞ്ഞൊരു ശീലം ഇല്ല. അവർ നന്നായിട്ട് സംസാരിക്കും. ഫോർ എക്സാമ്പിൾ ഫ്രണ്ട്സ്, റോമൻസ്, കൺട്രിമെൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിനെ കുറിച്ച് സംസാരിക്കാൻ പറഞ്ഞാൽ അവർ സംസാരിക്കും. പക്ഷെ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ, അത് പേപ്പറിലേക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. വൈ? ബിക്കോസ് they do not have the habit of practicing റൈറ്റിംഗ് പ്രാക്ടീസ് ചെയ്യുക അതൊരു സ്കില്ലാണ്. അത് പ്രാക്ടീസ് ചെയ്യണം. അത് പരീക്ഷയുടെ തലേന്നല്ല പ്രാക്ടീസ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ, സ്കൂളിൽ നിന്ന് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ ഒരു ന്യൂസ് പ്രിൻ്റ് എടുത്തൊന്ന് എഴുതുക എന്നുള്ള പ്രോസസ്സ് ശീലാക്കാം. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, ഞാൻ കുറേ നേരം സംസാരിച്ച് ബോറടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഐ എം എക്സ്ട്രീംലി സോറി. ഉറപ്പായിട്ടും നിങ്ങൾ ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇനിയും ഇതുപോലുള്ള വീഡിയോസ് ചെയ്യാനുള്ള മോട്ടിവേഷൻ എനിക്ക് കിട്ടുള്ളൂ, കോൺഫിഡൻസ് എനിക്ക് കിട്ടുള്ളൂ. അത് കമൻറ്റ് ബോക്സ് ആണ് പറയേണ്ടത്. നോക്കൂ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് റിവൈസ് ചെയ്യുക എന്നുള്ളത്. ദാറ്റ് ഈസ് ഓഫ് അറ്റ്മോസ്റ്റ് ഇമ്പോർട്ടൻസ്. എന്തുകൊണ്ട്? നമ്മളെപ്പോഴും വിചാരിക്കുന്ന ഒരു മണ്ടത്തരമാണ് നമ്മൾ പഠിച്ച കാര്യം എല്ലാ കാലത്തും അവിടെ നിൽക്കും എന്നുള്ളത്. നമ്മൾ ഇന്ന് പഠിച്ച കാര്യം, ഞാൻ ജൂലൈ 21 മാത്തമാറ്റിക്സിൽ പഠിക്കുന്ന ഒരു ഇക്വേഷൻ, ഞാൻ ജൂലൈ 21 പഠിക്കുന്ന ഒരു ക്യാരക്ടർ സ്കെച്ച്, ഞാൻ ജൂലൈ 21 പഠിക്കുന്ന ഒരു കോമ്പൗണ്ടിൻ്റെ നോമൻക്ലേച്ചർ, ഇത് അടുത്ത മാസം ഓഗസ്റ്റ് 21 എൻ്റെ പേനത്തുമ്പിൽ വരുമെന്നുള്ളത് ഇറ്റ്സ് എ ബ്ലണ്ടർ. ഹൂ ടോൾഡ് യു ദാറ്റ്? നമ്മളൊക്കെ മനുഷ്യന്മാരാണ്. നമ്മളൊന്നും ചിട്ട് ചെയ്ത റോബോട്ടിൻ്റെ കുട്ടികളല്ലാത്തിടത്തോളം കാലം ഈ പറയുന്ന ഈ ഫൊഗറ്റിംഗ് കർവ് നമുക്ക് എല്ലാവർക്കും അപ്ലിക്കബിൾ ആണ്. നോക്കൂ, ഈ പറയുന്ന സയൻറ്റിഫിക് ആയിട്ടൊരു കാര്യമാണ് ഇത് പറയുന്നത്. നമ്മൾ പഠിച്ച ഒരു കാര്യം, ഈ പറയുന്ന ഈ സൈഡ് എന്ന് വെച്ചത് എത്ര പെർസെൻറ്റേജ് നിങ്ങൾ പഠിച്ച ഡാറ്റ എത്ര പെർസെൻറ്റേജ് നിങ്ങൾ റിട്ടേൺ ചെയ്യുന്നു, ഇത് സമയമാണ്. നമ്മൾ പഠിച്ചൊരു കാര്യം 100% നമുക്ക് ഓർമ്മയുണ്ടാവും. എന്നാൽ ഒരു 20 മിനിറ്റൊക്കെ കഴിയുന്ന സമയത്ത് അത് കുറഞ്ഞു വരും. നമ്മുടെ റിട്ടൻഷൻ കപ്പാസിറ്റി കുറഞ്ഞു വരും. ഇനി ഒരു 20 മിനിറ്റ് കഴിയുമ്പോൾ പറയുന്നത് ഏകദേശം 58%
പെർസെൻറ്റേജ് ഒക്കെ നമുക്ക് ഓർമ്മ വരും എന്നുള്ളതാണ്. അത് 1 മണിക്കൂർ കഴിയുമ്പോൾ വീണ്ടും കുറയും, 9 hours കഴിയുമ്പോൾ വീണ്ടും കുറയും. ഒരു 31 ദിവസമൊക്കെ ആകുമ്പോഴത്തേക്ക് നിങ്ങൾ ആ പഠിച്ച ഡാറ്റയിൽ ഒരു വലിയ ഭാഗം, ഒരു ലയൺ ഷെയർ 80% നിങ്ങൾ മറന്നു പോയിട്ടുണ്ടാകും. അതുകൊണ്ട് പഠിച്ച കാര്യങ്ങളെ റെഗുലർ ഇൻ്റർവെൽസിൽ റിവൈസ് ചെയ്യുക എന്നുള്ളത് ക്രൂഷ്യലാണ്. ഒരു കാര്യം നിങ്ങൾ പഠിച്ചു, യു കീപ്പ് ഇറ്റ് വെരി സിമ്പിൾ. നോക്കൂ, നിങ്ങൾ ഒരു കാര്യം 2 മണിക്കൂർ എടുത്ത് പഠിച്ചു എന്ന് വിചാരിക്കൂ. പിറ്റേ ദിവസം തൊട്ടടുത്ത ദിവസം നിങ്ങൾ ബാക്കി എല്ലാം പഠിക്കുന്നതിൻ്റെ കൂടെ ആ പഠിച്ച കാര്യം ഒന്ന് റിവൈസ് ചെയ്യാൻ നിങ്ങൾക്ക് വീണ്ടും 2 മണിക്കൂറിൻ്റെ ആവശ്യമില്ലാന്നേ, നിങ്ങൾക്ക് 30 മിനിറ്റ്സിൻ്റെ ആവശ്യമുള്ളൂ. അതേ കാര്യം വീണ്ടും ഒരു 3 ദിവസം അല്ലെങ്കിൽ മാക്സിമം ഒരാഴ്ചക്കുള്ളിൽ നിങ്ങൾ വീണ്ടും പഠിക്കുമ്പോൾ ഇതേ 30 മിനിറ്റ്സ് അല്ലെങ്കിൽ അതിൽ താഴെ നിങ്ങൾക്ക് ആവശ്യം വരുള്ളൂ. അതും കഴിഞ്ഞ് നിങ്ങളൊരു 2 ആഴ്ച 3 ആഴ്ച കഴിഞ്ഞ് വീണ്ടും അത് റിവൈസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ബ്രെയിനിന് മനസ്സിലാവുകയാണ് നിങ്ങൾക്കിത് അത്രമേൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡാറ്റയാണ്, ഇത് വളരെ കൃത്യമായി സേവ് ചെയ്യണം എന്നുള്ള ഒരു ക്യൂ നിങ്ങൾ ആർക്ക് കൊടുക്കുകയാണ്? ബ്രെയിനിന് കൊടുക്കുകയാണ്. ഇറ്റ് ഇസ് ലോജിക്കലി നിങ്ങൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാവുന്ന കാര്യമുള്ളൂ. എന്നാൽ ഇതിവിടെ വെച്ചിട്ട് 2 മണിക്കൂർ ഞാൻ ആ ടോപ്പിക് പഠിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് അടുത്ത മാസം പരീക്ഷ എഴുതാൻ പോയി കഴിഞ്ഞാൽ പേപ്പറിലേക്ക് ഒന്നും വരില്ല, അല്ലേ? സോ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് ആർക്ക് കൂടെ തോന്നണം? നമ്മുടെ ബ്രെയിനിന് കൂടെ തോന്നണം. അതുകൊണ്ട് നമ്മൾ സിസ്റ്റമാറ്റിക്കായി വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് ഈ സാധനം റിവൈസ് ചെയ്യുക തന്നെ വേണം. സോ ദാറ്റ്സ് ഓൾ എവരിബഡി. ആൻഡ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു കുഞ്ഞ് ബോണസ്, അത് ഞാൻ കുറേ പേരോട് പറയേണ്ട ആവശ്യമില്ല, കാരണം അവരൊക്കെ സൈലത്തിൻ്റെ അസ്ത്ര ബാച്ചിൽ ജോയിൻ ചെയ്ത ആളുകളാണ്. ഇനിയുള്ള വളരെ കുറച്ച് ദിവസം, 30 ദിവസം എന്ന് പറഞ്ഞാൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഈ ദിവസത്തിൽ നമുക്ക് മുഴുവൻ ചാപ്റ്റേഴ്സും റിവൈസ് ചെയ്യാനും എളുപ്പത്തിൽ പഠിക്കാനും ഒക്കെ നിങ്ങളെ ഞാൻ അസ്ത്ര ബാച്ചിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ പറയുന്ന 4250 ഇൻക്ലൂഡിങ് GST എന്ന് പറയുന്നത് ഓണപ്പരീക്ഷയ്ക്കുള്ള സിലബസ് അല്ല, അല്ലെങ്കിൽ ഓണപ്പരീക്ഷയ്ക്കുള്ള ചാർജ് അല്ല. ഒരു വർഷം മുഴുവൻ നിങ്ങൾ ഏതോ കാലത്ത് സ്വപ്നം കാണാൻ തുടങ്ങിയതാണ് 2026 SSLCയിൽ മുഴുവൻ വിഷയങ്ങളിലും A+ വാങ്ങിയിട്ട് അല്ലെ നിങ്ങളുടെ വീട്ടുകാരെ, നാട്ടുകാരെ ഒക്കെ, വീട്ടുകാരെ സ്വന്തമെങ്കിലും പ്രൗഡ് ആക്കണം എന്നുള്ളത്. സോ ആ സ്വപ്നത്തിലേക്കുള്ള ആദ്യത്തെ സ്റ്റെപ്പ് ആവട്ടെ നിങ്ങൾ അസ്ത്രയിൽ ജോയിൻ ചെയ്യുക എന്നുള്ള ആ ഡിസിഷൻ. സോ ഈ ഒരു പ്രൈസ് കൊണ്ട് നിങ്ങൾക്ക് ഈ വർഷം മുഴുവൻ 2026 മാർച്ച് മാസത്തെ അവസാനത്തെ എക്സാം എഴുതുന്നവരെ ഞങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. സോ ജോയിൻ ചെയ്യാത്ത ആൾക്കാർക്ക് ഈ നമ്പറിൽ വിളിച്ചിട്ട് എന്ത് ചെയ്യാം? ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് അങ്ങനെ നിങ്ങൾ ചാർജ് ആയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം അത് തന്നെയാണ്. സോ താങ്ക് യു എവറിബഡി. ഐ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കാനും ലൈക്ക് ചെയ്യാനും മറന്നു വരുന്നത്. വീണ്ടും ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡു ലെറ്റ് മീ നോ. താങ്ക് യു എവറിവൺ.